ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സ്റ്റോറീസ് ഓഫ് നേര. ഇന്ന് നമ്മുടെ ഇവിടുത്തെ പൊങ്കലാണ്. ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടി റെഡി ആയിരിക്കാണ് ഗൈസ്. നമ്മുടെ നേരിട്ടും സിസ്റ്ററിനോട് മോളൊക്കെ ട്വിന്നിങ് ആയിട്ട് റെഡി ആയി നിൽക്കുകയാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ അമ്പലത്തേക്ക് വിട്ടു. പോയി നോക്കുമ്പോൾ പൊങ്കലിന് കൊട്ടാൻ വന്ന ചെണ്ടക്കാരെല്ലാം അവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ അവിടെ എത്തിയത് നേരെ പോയി അമ്പലത്തിൽ തൊഴുതിട്ടാണ് ഇറങ്ങിയത്. ആളുകളെല്ലാം കുറച്ച് പേരായിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ പോയ ടൈമിൽ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞത് അമ്പലത്തിൽ അത്യാവശ്യം തിരക്കായിട്ടോ. ആ ദേശത്തുള്ള എല്ലാ വീട്ടിൽ നിന്നും പൊങ്കൽ വെക്കാറുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ ജസ്റ്റ് വെള്ളം എടുക്കാൻ വേണ്ടി മാത്രം പോയത്. പൊങ്കൽ വെച്ചതെല്ലാം അമ്മയായിരുന്നു. ഇവിടെ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് അമ്പലത്തിൽ വലമെല്ലാം വെച്ച് ആ വെള്ളത്തിലാണ് കേട്ടോ പൊങ്കൽ വെക്കാറ്. ഇവിടെയും ഫസ്റ്റ് ആരുടെ പൊങ്കൽ ആവാന്നുള്ള കോമ്പറ്റീഷനൊക്കെ നടക്കാറുണ്ട് കേട്ടോ. ബട്ട് എങ്ങനെയാണെങ്കിലും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇതിലേതെങ്കിലും ഒരു പൊസിഷനിൽ നമ്മുടെ അമ്മ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ വെള്ളം എടുക്കാൻ പോകുന്ന ടൈമാണ്. ചെണ്ടയുടെ പുറകിൽ പോയി അമ്പലത്തിൽ പോയി വലം വെച്ചിട്ടാണ് വെള്ളം കൊണ്ടുവരാറ്. പിന്നെ എല്ലാ ഇയറും ഇങ്ങനെ ഒരു ഡ്യൂട്ടി മാത്രമാണ് എനിക്ക് കിട്ടാറ്. ബാക്കി പൊങ്കൽ വെക്കുന്നതും കാര്യങ്ങളെല്ലാം അമ്മയാണ്ടോ ചെയ്യാറ്. എന്റെ മാരേജ് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഈ പൊങ്കലിന്റെ എക്സ്പീരിയൻസ് എല്ലാം കിട്ടി തുടങ്ങിയത്. എന്റെ വീടിന്റെ എവിടെയായിട്ട് ഇങ്ങനെ പൊങ്കലും കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ മാരേജിന് ശേഷം ഒത്തിരി ഇൻട്രസ്റ്റോടെയാണ് കേട്ടോ പൊങ്കലിന് കൂടാറ്. അങ്ങനെ വെള്ളം എല്ലാം കൊണ്ടുവന്ന് കൊടുത്തതിന് ശേഷം എല്ലാവരും പൊങ്കൽ വെക്കാൻ തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഇത് ആറാംപാടം പിന്നെ പനന്തറ, അങ്ങനെ ഈ 2 ദേശക്കാരും കൂടെ നടത്തുന്ന പൊങ്കലാണ്. ഇത് കഴിഞ്ഞാൽ പനന്തറക്കാർ മാത്രം നടത്തുന്ന ഒരു പൊങ്കലുണ്ട്. അത് ഞങ്ങൾക്ക് ഇതുവരെ കൂടാൻ പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ ഇതാള് പറഞ്ഞെടുപ്പിച്ച വീഡിയോ അല്ല കേട്ടോ. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ തികച്ചും സങ്കല്പിക്കാൻ മാത്രം. അങ്ങനെ അവിടെ എല്ലാവരും പൊങ്കൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും അമ്പലത്തിനകത്ത് വന്നിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒട്ടും തെറ്റിയില്ല. പൊങ്കൽ കൊണ്ടുവന്ന ഫസ്റ്റ് 3 പേരിൽ നമ്മുടെ അമ്മയുണ്ടായിരുന്നു. നമ്മുടെ നേരൂട്ടനാണെങ്കിൽ ഇന്ന് എൻ്റെ അടുത്തേ വന്നിട്ടില്ല. ഫുൾ ടൈം അച്ഛൻ്റെ കൂടെയായിരുന്നു. അമ്മ പൊങ്കലെല്ലാം വെച്ച് കഴിഞ്ഞ് ഒത്തിരി നേരം കഴിഞ്ഞിട്ടുണ്ടോ പിന്നെ ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങിയത്. അങ്ങനെ പൊങ്കലെല്ലാം വെച്ച് കഴിഞ്ഞത് പിന്നെ ചെണ്ടമേളവും തുടങ്ങി. നേരൂട്ടനാണെങ്കിൽ ഫസ്റ്റ് കുറച്ച് ഡാൻസ് എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും ചൂട് കാരണം ആള് ഫുൾ ടയർഡായി. പിന്നെ ഒരു ജ്യൂസ് എല്ലാം മേടിച്ചു കൊടുത്തപ്പോഴാണ് ആള് കുറച്ച് ഓക്കെ ആയത്. അങ്ങനെ കുറച്ച് നേരമൊക്കെ ആൾ അവിടെ ഇരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരുടെയും പൊങ്കൽ വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. ബിക്കോസ് അവിടെ നല്ല ചൂടും ഉണ്ടായിരുന്നു. നേരിട്ടാണെങ്കിൽ നല്ല ഉറക്കവും വരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴും ചെണ്ടമേളമൊക്കെ അവിടെ തകർത്ത് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീട്ടിൽ വന്നത് നമ്മുടെ അമ്മ നല്ല അടിപൊളി സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കഴിച്ചു. പിന്നെ പൊങ്കലിന് ഇന്നാരും വീട്ടിൽ നോൺ വെജ് വെക്കില്ല. ബിക്കോസ് ഇന്ന് ഈവനിങ് എല്ലാവരും അമ്പലത്തിൽ പോകും. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിരിക്കുമ്പോഴായിരുന്നു കേട്ടോ അമ്മ പൊങ്കൽ പ്രസാദം കൊണ്ടുവന്നത്. പ്രസാദം ആയതുകൊണ്ട് അങ്ങനെ അതും കുറച്ച് ടേസ്റ്റ് ചെയ്തു. പിന്നെ ഇന്ന് ഈവനിങ് സിസ്റ്റർ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ചേർന്നാണ് അമ്പലത്തിൽ പോയത്. ആ കാണുന്നതാണ് കേട്ടോ കുമ്പെന്ന് പറയുന്നത്. അതിനകത്ത് ഈ ദേശക്കാരെല്ലാവരും വന്ന് ക്യാഷ് ഇടും. നമ്മളും അതിന് വേണ്ടി പോയതാണ് കേട്ടോ. അതിന്റെ മറ്റൊരു സൈഡിലായിട്ട് നാളെ ദൈവത്തിന് ഡെക്കറേറ്റ് ചെയ്യാനുള്ള പൂക്കളെല്ലാം കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നാളെ താമരയെല്ലാം വെച്ച് ദൈവത്തിന് ഫുൾ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്യും. കാണാൻ തന്നെ നല്ല രസമായിരിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയി കുമ്പത്തിൽ പൈസ എല്ലായിട്ട് ദൈവത്തിന് തൊഴുത്തിറങ്ങി. പിന്നെ ഈ കാണുന്ന ജനങ്ങൾ ഫുള്ളായിട്ട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണ്. നമ്മൾ നേരത്തെ എത്തിയതുകൊണ്ട് ക്യൂ നിൽക്കേണ്ടി വന്നില്ല. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു. പിന്നെ സെക്കൻഡ് ഡേ, അതായത് നാളെയാണ് കേട്ടോ മാവളക്കും കാര്യങ്ങളൊക്കെ ഉള്ള പൊങ്കൽ. ഈ കാണുന്നതിന് പച്ചമാവെന്ന് പറയും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് നമ്മുടെ പാലക്കാടുകാർക്ക് മാത്രം അറിയുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. ഇതൊക്കെ വെച്ചാണ് മാവളക്ക് എടുക്കാറ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം.